എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് 1000 രൂപ വീതം സ്ത്രീകൾക്ക് പെൻഷനായിട്ട് ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെടുത്തിയുള്ള അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരം ഗുണഭോക്താക്കളായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യത്തിന്റെ 2 ഗഡുക്കൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. 1000 രൂപ മുതൽ 2000 രൂപ വരെയാണ് ഇപ്പോൾ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത്. തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതുമായി ബന്ധപ്പെടുത്തിയുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ ഗുണഭോക്താക്കൾക്ക് SMS വഴി ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലുടനീളമുള്ള ഏകദേശം 18 ലക്ഷത്തോളം വരുന്ന വനിതകൾക്കാണ് ഇപ്പോൾ ഈ ഒരു ഫണ്ട് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇത് ഗുണഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസം നൽകുന്നതാണ്. പെൻഷൻ അപ്രൂവൽ ലഭിച്ചിട്ടും സാങ്കേതിക കാരണങ്ങളാൽ ഇതുവരെ ആനുകൂല്യം ലഭിക്കാത്തവർക്കും ഈ വിതരണത്തിൽ മുൻഗണന ലഭിക്കുന്നതാണ്. ഫെബ്രുവരി മാസത്തിലെ കുടിശ്ശികയും മാർച്ച് മാസത്തിലെ വിഹിതവും ചേർത്താണ് പലർക്കും 2000 രൂപ ലഭിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും ഒരേ തുകയായിരിക്കില്ല ലഭിക്കുന്നത്. ജനുവരിയിൽ തന്നെ അപേക്ഷിച്ച് സമർപ്പിച്ച അപ്രൂവൽ ലഭിച്ചവർക്കാണ് 2 ഗഡുകളും ചേർത്ത് 2000 രൂപ ലഭിക്കുന്നത്. അതായത് ജനുവരിയിൽ അപേക്ഷ വെച്ച് അപ്രൂവൽ ആയിട്ടും ഫെബ്രുവരി മാസത്തിൽ തുക ലഭിക്കാത്തവർക്കാണ് ആ ഒരു തുകയും കൂടി ചേർത്ത് ഈ മാർച്ച് മാസത്തിൽ 2 ഗഡുകളായിട്ട് 2000 രൂപ എത്തിയിരിക്കുന്നത്. അതായത് ഇത്തരക്കാർക്ക് ഫെബ്രുവരി മാസത്തെ 1000 രൂപയും മാർച്ച് മാസത്തെ 1000 രൂപയും ഒരുമിച്ച് അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. ഫെബ്രുവരിയിൽ തുക ലഭിച്ചവർക്ക് ഈ മാസത്തെ വിഹിതമായിട്ടുള്ള 1000 രൂപ മാത്രമായിരിക്കും ഇപ്പോൾ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത്. ഈ പദ്ധതിയുടെ അപേക്ഷകൾ ഇനിയും അവസാനിച്ചിട്ടില്ല എങ്കിൽ അർഹരായവർക്ക് ഇപ്പോഴും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകർ 35-നും 60-നും ഇടയിൽ പ്രായമുള്ളവർ ആയിരിക്കേണ്ടതാണ്. BPL അല്ലെങ്കിൽ AY റേഷൻ കാർഡുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് ഈ പെൻഷൻ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. മറ്റ് സർക്കാർ ക്ഷേമ പെൻഷനുകളോ കുടുംബ പെൻഷനുകളോ കൈപ്പറ്റുന്നവർക്ക് ഈ പദ്ധതിയിൽ അംഗങ്ങളാവാൻ സാധിക്കുന്നതല്ല. കൂടാതെ അപേക്ഷകർ സർക്കാർ സർവീസിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ ജോലി ചെയ്യുന്നവരായിരിക്കുവാൻ പാടില്ല. അപേക്ഷകൾ കേരളത്തിലെ സ്ഥിരതാമസക്കാർ ആയിരിക്കണമെന്നത് നിർബന്ധമാണ്. നിലവിൽ അപ്രൂവൽ ലഭിച്ച് 18 ലക്ഷം പേർക്കാണ് തുക വിതരണം ചെയ്യുന്നത്. നിങ്ങളുടെ പെൻഷൻ അപേക്ഷ അംഗീകരിച്ചോ എന്നും പേയ്മെന്റ് സ്റ്റാറ്റസ് എന്താണെന്ന് പരിശോധിക്കുവാൻ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. നിലവിലെ തുക വിതരണം പുരോഗമിക്കുകയാണ്. ഇനിയും അക്കൗണ്ടിലേക്ക് തുക എത്താത്തവർക്ക് വരും മണിക്കൂറുകളിൽ എത്തുന്നതാണ്. എന്നാൽ 1-2 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തുക ലഭിക്കാത്തവർ സേവനയുടെ പെൻഷൻ പോർട്ടലിലോ KSMART വെബ്സൈറ്റിലോ ആധാർ നമ്പർ നൽകി അപേക്ഷയുടെ നിലവിലെ സ്റ്റാറ്റസും ഡിജിറ്റൽ സൈൻ രേഖപ്പെടുത്തിയ തീയതി പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് സജീവമാണെന്നും ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി അപേക്ഷയിൽ ഏതെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ എന്നറിയുന്നതിനായിട്ട് നമുക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രമോ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. തുക അനുവദിച്ചിട്ടും അക്കൗണ്ടിൽ എത്തിയിട്ടില്ല എങ്കിൽ ട്രഷറിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറായിട്ടുള്ള 180042555176 എന്ന നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.